ആത്മാർത്ഥ സുഹൃത്തിന്റെ നെഞ്ചത്ത് ചവിട്ടേണ്ട സമയത്ത് തന്നെ ഈ പറയുന്ന സായി കൃഷ്ണ ചവിട്ടുമെന്നുള്ളതാണ്. നാണമുണ്ടോ ഇവനൊക്കെ എന്നുള്ളത്? നാണമുണ്ട്. ഒരാളെ അളക്കാനും വിധിക്കാനും ആക്രമിക്കാനും നമ്മുടെ സമൂഹത്തിന് വളരെ വലിയ താല്പര്യമാണ്. സത്യം പറയുകയാണെങ്കിൽ ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇവർക്ക് മാത്രമേ അറിയൂ. ഈ പറയുന്ന മനുഷ്യന് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ എന്ന് വിധിക്കാൻ നമ്മൾ ആരാണ്? അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ കാര്യങ്ങൾ സംഭവിച്ചത്. സത്യം ഒരു വട്ടം കറങ്ങുമ്പോഴേക്കും കള്ളം 4 വട്ടം ലോകം ചുറ്റി വന്നിരിക്കും എന്നാണ് പറയുക. അല്ലെങ്കിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തതിന് ശേഷമാണ് മറ്റൊരാളുടെ കൂടെ പോകുന്നതെങ്കിൽ ഇവിടെ ഒന്നും പറയാനില്ല. ഇപ്പോഴും നമ്മുടെ കേരളീയ സമൂഹത്തിലെ ജനസംഖ്യ എടുത്ത് പരിശോധിച്ചാൽ എത്ര സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട്? ചേട്ടാ, കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്നത് കണ്ടന്റ് ക്രിയേറ്ററും ഇൻഫ്ലുവൻസറും ആയിട്ടുള്ള നമ്മുടെ അഖിൽ NRDയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചാണ്. ഏത് ചാനൽ തുറന്നാലും, ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് തുറന്നാലും അതുപോലെ തന്നെ FB തുറന്നാലും ഇൻസ്റ്റ തുറന്നാലും മൊത്തം കാണുന്നത് അഖിൽ NRDയുടെ ജീവിതത്തെ പറ്റിയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ മോശം സമയത്തെ മറ്റൊരു ആൾക്കാർ അവരുടെ വ്യൂവേഴ്സിനും അവരുടെ റീച്ചിനും വേണ്ടിയിട്ട് മുതലെടുക്കുകയാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുള്ളത്? അല്ല, ഈ പറഞ്ഞ ഈ പെർട്ടിക്കുലർ ഇൻഫ്ലുവൻസർ അദ്ദേഹം ഒരുപാട് കോമഡി കഥാപാത്രങ്ങൾ നമ്മുടെ വെബ് സീരീസുകളിലൂടെ ഒക്കെ ചെയ്തിട്ടാണ് ആളുകളിലേക്ക് എത്തുന്നത്. വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ്. ഇപ്പൊ സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഇടയിലാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാവുന്നത്. അതായത് അദ്ദേഹത്തിന്റെ വൈഫ് മറ്റൊരാളുടെ കൂടെ പോയി എന്നുള്ളതാണ്, മറ്റൊരാൾക്കൊപ്പം പോയി എന്നുള്ളതാണ്. ഞാൻ അതിൽ ആലോചിക്കുന്നത് ലോകത്ത് ആദ്യമായി സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യമാണ്. ഇതിപ്പം കേരളത്തിലായതുകൊണ്ട് മാത്രമാണ് ഇത് ചർച്ചയെങ്കിലും ആയത്. ഇതിപ്പോ അമേരിക്കയിലാണെങ്കിലോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലോ ഇത് ചർച്ചയാവില്ല. നമ്മൾ മറ്റുള്ള രാജ്യങ്ങളെ കണ്ടുപഠിക്കണം. അവരുടെ ട്രീറ്റ്മെന്റ്, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വൈദ്യശാസ്ത്രം, ഇതെല്ലാം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇംഗ്ലീഷ് ഭാഷയെ നമ്മൾ വലിയ രീതിയിൽ കാണും. ഞാൻ പറയുന്നത് എന്ന് കരുതിയിട്ട് എല്ലാ ഭാര്യമാരും ധൈര്യത്തോട് കൂടിയിട്ട് എല്ലാവരെയും വിട്ടു പോകണം, അങ്ങനെയൊന്നുമല്ല പറഞ്ഞതിന്റെ. അങ്ങനെ നമ്മൾ പറയുമ്പോൾ എടുക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വിഷയം വരുന്ന സമയത്ത് അതിനെ 2 തരത്തിൽ നിന്ന് ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ട്. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ കാര്യങ്ങൾ സംഭവിച്ചത്. ഈ പറയുന്ന പർട്ടിക്കുലർ ഇൻഫ്ലുവൻസറുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ പറ്റി വളരെ മോശം രീതിയിൽ സംസാരിക്കുകയും, അവര് വളരെ മോശപ്പെട്ട സ്ത്രീയാണ്, അവരുടെ അക്കൗണ്ടിന്റെ അടിയിൽ പോയിട്ട് അബ്യൂസിങ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വളരെ മോശം ലൈംഗിക ചൊവ്വയോടുകൂടി സംസാരിക്കുന്നു, കമന്റ് ഇടുന്നു, അവരെ വല്ലാത്ത രീതിയിൽ പ്രശ്നക്കാരിയാക്കുന്നു ഒക്കെയാണ് ചെയ്യുന്നത്. രണ്ടാമത്തത് പറയുന്നത്, ഈ പറയുന്ന പർട്ടിക്കുലർ ഇൻഫ്ലുവൻസർ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാത്തത് കൊണ്ടാണ്, വെറുതെ വേണ്ടാന്ന് കരുതിയിട്ടാണ് പേര് അറിയാത്തത്. ഇങ്ങനെ ആവർത്തിക്കേണ്ട, നമ്മൾ ഒരിക്കൽ പറഞ്ഞല്ലോ, അതുകൊണ്ട് ആവർത്തിക്കണം വിചാരിച്ചിട്ടാണ്. കാരണം അദ്ദേഹത്തെ പറ്റി പറയുന്നത്, അദ്ദേഹം ഒരു അദ്ദേഹത്തിന് പല സ്വഭാവങ്ങളുണ്ട്, പല മോശം സ്വഭാവങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മറുഭാഗത്തു നിന്ന് അറ്റാക്ക് വരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇവർക്ക് മാത്രമേ അറിയൂ. വേറൊരാൾക്കും അത് അറിയില്ല. ഇതൊക്കെ ആളുകൾ കണ്ടിട്ട് ഇതൊക്കെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കുറേ അധികം ആളുകൾ കയറിയിരുന്ന് ഒരു പറ്റം ആളുകൾ അവരുടെ ഭാര്യയെ തെറി വിളിക്കുന്നു, മറ്റുള്ള ആളുകൾ ഈ പറയുന്ന പുള്ളിയെ തെറി വിളിക്കുന്നു, അതിലൂടെ ആനന്ദം കണ്ടെത്തുന്നു, റീച്ച് ഉണ്ടാക്കുന്നു, പൈസ ഉണ്ടാക്കുന്നു. ഈ പാവപ്പെട്ട ഈ പ്രേക്ഷകരെന്ന് പറയുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ പേരിൽ അടി ഉണ്ടാക്കുന്നു, സദാചാര ക്ലാസ് എടുക്കുന്നു, നേരെ തിരിച്ച് പുരുഷന്റെ എങ്ങനെ പെരുമാറണം എന്നതിനെ പറ്റി ക്ലാസ് എടുക്കുന്നു. ഇതിൽ ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഒരാൾ വിവാഹം കഴിക്കുന്നു, വിവാഹത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ ആ പ്രശ്നങ്ങൾ കടിച്ചു പിടിച്ചുകൊണ്ട് ആ വിവാഹത്തിൽ തന്നെ നിൽക്കണം എന്ന് പറയുന്ന തരത്തിലേക്ക് മലയാള സമൂഹത്തിന്റെ ഒരു ആക്രമണമുണ്ട്. അതിനോട് എനിക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല. അതിപ്പോ ആരായാലും, അപ്പൊ ഒരാളൊരു കല്യാണം കഴിച്ചു, ആ കല്യാണം കഴിച്ചതിൽ അപ്പൊ വളരെ വലിയൊരു പ്രശ്നം ഉണ്ടാകും വിവാഹത്തിൽ. അപ്പൊ അതുകൊണ്ട് അത് കടിച്ചു അല്ലെങ്കിൽ അതിൽ തന്നെ സഹിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. അങ്ങനെയാണ് ഒരുപാട് ഉത്തരമാർ സൃഷ്ടിക്കപ്പെട്ടത്, അങ്ങനെയാണ് ഒരുപാട് വിസ്മയമാർ സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും അവർ നിൽക്കണം എന്ന് ഞാൻ പറയില്ല. പക്ഷെ അവർക്കൊരു കാര്യം ചെയ്യാം. അതായത് ഇന്ത്യയിലെ നിയമം അനുശാസിക്കുന്ന ഒരു കാര്യമാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. അവരൊരു ഡിവോഴ്സിന് പേപ്പർ അയച്ചതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തതിന് ശേഷമാണ് മറ്റൊരാളുടെ കൂടെ പോകുന്നതെങ്കിൽ ഇവിടെ ഒന്നും പറയാനില്ല. അപ്പോഴും സദാചാര ക്ലാസ് എടുക്കുന്ന ആൾക്കാരുണ്ടാവും, എന്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചിട്ട്. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഒരാളെ കല്യാണം കഴിച്ചു എന്നതുകൊണ്ട് അയാളുടെ ഒപ്പം ജീവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അവർക്ക് മറ്റൊരാളുടെ കൂടെ ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഭരണഘടന നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പുറമെ കാണുന്ന ഒരാളാവണമെന്നില്ല ഉള്ളിലുള്ള പുരുഷൻ എന്ന് പറയുന്നത്.
നമ്മളിപ്പം പറയും ആ സ്ത്രീ വലിയ തെറ്റ് ചെയ്തു, ആ സ്ത്രീ വളരെ മോശം കാര്യമാണ് ചെയ്തത് എന്ന് പറയും. പക്ഷെ ഇവരാരെങ്കിലും ആ വീട്ടിൽ പോയിട്ട് അവരുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, ഈ പുറമെ ഇപ്പൊ എന്നെ കാണുന്നു, എന്നെ ഇവിടെ പ്രിയയും നിങ്ങളെല്ലാവരും എന്നെ കാണുന്നുണ്ട്, എന്റെ പേഴ്സണൽ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഓഫീസിൽ ഇരുന്ന് കൊണ്ട് പോലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാര്യം നമ്മളൊക്കെ സൗഹാർദ്ദപരമായി ഇടപെടുന്നത് കൊണ്ട് ഒരു പരിധി വരെയൊക്കെ മനസ്സിലാവുള്ളൂ. അതിലപ്പുറത്തേക്ക് എന്റെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് നമ്മൾ ആരെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ ഒരേപോലെ ജീവിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആരും പുറമേ ചിരിച്ച് കളിച്ച് നിൽക്കുന്ന പോലെ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്കൊരു ബന്ധം ഇഷ്ടമല്ല എങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോവാനുള്ള സ്വാതന്ത്ര്യവും അവർക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് നിയമപ്രകാരമായിരിക്കണം. നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തതിനു ശേഷം കോടതി കാര്യങ്ങളും നിയമപ്രകാരം നീങ്ങിയതിനു ശേഷം ആയിരുന്നെങ്കിൽ അത് നന്നായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്തത്, ഈ പറയുന്ന ആളെ കുറ്റം പറയുന്ന ആളുണ്ട്. അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ആർക്കാണ് അറിയാം? അതെ, അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അയാൾ തെറ്റുകാരനാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അയാൾ വളരെ മോശം സ്വഭാവത്തിനടിമയാണ്, അയാൾക്ക് മറ്റു ആളുകളുമായിട്ട് കോണ്ടാക്റ്റുകളുണ്ട്. ഇതൊക്കെ എന്താണ് ഈ പല രീതിയിൽ, അതായത് ഇയാളുടെ ഭാര്യ പറഞ്ഞു എന്നൊക്കെ രീതിയിലുള്ള അങ്ങനെ കാര്യങ്ങൾ വരികയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇത്തരം ഒരു വിഷയം വരുമ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ടാവും, ആരോപണങ്ങൾ ഉന്നയിക്കും. ചിലർ പരസ്യമായി ഉന്നയിക്കും, ചിലർ രഹസ്യമായി ഉന്നയിക്കും. അത് ഏറ്റുപിടിച്ചിട്ട് ആളുകൾ വല്ലാത്ത രീതിയിൽ ആക്രമിക്കും. ഈ പറയുന്ന മനുഷ്യന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് വിധിക്കാൻ നമ്മൾ ആരാണ്? ആരുമല്ല. നമ്മൾ കണ്ടിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ കണ്ടിട്ടില്ല. അവർക്കിടയിലെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. അയാൾ ഒരുപക്ഷെ ഏറ്റവും നല്ല രീതിയിൽ ആ കുട്ടിയോട് പെരുമാറിയിട്ടുണ്ടാവും, ആ കുട്ടിയെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും, ആ കുട്ടിയെ സ്നേഹിച്ചിട്ടുണ്ടാവും, ആ കുട്ടിയെ കൊണ്ടുനടന്നിട്ടുണ്ടാവും. അതിൻ്റെ എല്ലാ വിങ്ങലുകളും ഒരുപക്ഷെ അദ്ദേഹത്തിനുണ്ടാവും. പക്ഷെ നമ്മൾ അയാളെ കുറ്റക്കാരനാക്കാൻ ശ്രമിക്കും. നേരെ തിരിച്ച് ചിലപ്പം ഒരു ഭർത്താവിനോട് ചെയ്യേണ്ട എല്ലാ കടമകളും ഈ കുട്ടി ചെയ്തിട്ടുണ്ടാവും, ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും, നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവാം, ജീവിതത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം, എല്ലാം ഉണ്ടാവാം. പക്ഷെ നമ്മൾ എന്തു പറയും, ആ കുട്ടി ഇതാണ് തെറ്റ് എന്ന് പറയും. ഇതിൽ നമ്മൾ ആരെയും വിധിക്കാൻ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവരുടെ ലൈഫിൽ അത് സംഭവിച്ചു, അവരത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവരതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അവരത് ബോധിപ്പിക്കേണ്ടത് കോടതിയിലാണ്. കോടതിയിൽ ഈ കാര്യങ്ങൾ വരുന്ന സമയത്ത് പരസ്പരം അവർ ബോധിപ്പിക്കാം. ഒരാളെയും നമുക്ക് നിർബന്ധിച്ച് തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നിട്ട് നിർത്താൻ പറ്റില്ല. ഒരാളെയും നമുക്ക്, അതായത് ആണോ പെണ്ണോ ആവട്ടെ, സ്ത്രീയോ പുരുഷനോ ആവട്ടെ, ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇപ്പം പിന്നെ ഈ രാജ്യത്ത് ജനാധിപത്യത്തിന് വേണ്ടിയിട്ടും ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നീറ്റ് സമരമൊക്കെ നടന്ന സമയത്ത് ജെൻസി തലമുറകൾക്ക് വേണ്ടിയൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോഴത്തെ ജെൻസി എന്ന് പറയുന്നത് പണ്ടത്തെ പോലെ ഒന്നുമല്ല. കാര്യം ഒരു കല്യാണം കഴിഞ്ഞ ഒരു ജെൻസി തലമുറയാണെങ്കിൽ എന്തും സഹിച്ച് അവർ നിൽക്കില്ല. അവര് രണ്ടാം ഘട്ടം പോട് പുല്ലേ എന്ന് പറഞ്ഞ ഇറങ്ങിപ്പോവും. സത്യമാണ്. അപ്പോഴും പറയാ എന്താ, അവളുടെ ഇളക്കം കൊണ്ട്, അവളുടെ കഴപ്പ് കൊണ്ട് അവള് പോയി എന്നാണ് പറയാ. എളുപ്പത്തിൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീയെ എളുപ്പത്തിൽ മോശക്കാരിയാക്കാനും അവളുടെ കഴപ്പ് കൊണ്ടാണ് അവൾ ഇറങ്ങിപ്പോയത് എന്ന് പറയാനും സമൂഹത്തിന് വലിയ ഇതാണ്. അതൊരു പറ്റം ആൺകൂട്ടങ്ങളും അതിലൊരു പറ്റം പെണ്ണുങ്ങളും ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഞെട്ടുന്നത് ഒരു പറ്റം സദാചാര സ്ത്രീകളുടെ കമന്റ് ബോധം കണ്ടിട്ടാണ്. എന്നിട്ട് അതിൽ ഈ പറയുന്ന പെൺകുട്ടിയെ അനുകൂലിച്ചുകൊണ്ട് ഒരാൾ കമന്റ് ഇട്ടപ്പോൾ പറഞ്ഞത്, അതിന്റെ അടിയിൽ പോയിട്ട് മറ്റൊരാൾ കമന്റ് ചെയ്യാണ്, നിന്റെ അച്ഛൻ വിട്ടിട്ട് നിന്റെ അമ്മ പോയാൽ നിനക്ക് എത്ര വിഷമം ഉണ്ടാവും എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഈ പറയുന്ന കമന്റ് ഇട്ട ആളുണ്ടല്ലോ, ഈ പറയുന്ന ആളുടെ അച്ഛൻ ഏറ്റവും നല്ല രീതിയിലാണ് അവളുടെ അമ്മയെ നോക്കുന്നതെങ്കിൽ പോവില്ല. ഇനി വലിയ ഉപദ്രവം ചെയ്യുന്ന, കൊല്ലാകൊല ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കൂടെയാണെങ്കിൽ ആ സ്ത്രീ ഇറങ്ങി പോകുന്നല്ലേ നല്ലത്, അല്ലെ? ഇന്നത്തെ ലോകത്ത് ഇറങ്ങി ഈ പറയുന്ന പോലെ പല ഇടങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോയി ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഒരു റിലേഷൻഷിപ്പിലും എല്ലാവരും ഒരു കാലവും നിൽക്കണം എന്നില്ല. പല സമയങ്ങളിൽ ഇറങ്ങിപ്പോയ ആളുകളുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, അതായത് നമ്മുടെ കേരളത്തിലൊക്കെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ കാലങ്ങളോളം അടുക്കളയിൽ തളച്ചിടപ്പെടുകയും, അടുക്കളയിൽ തളച്ചിടപ്പെട്ടു ഞാൻ പറഞ്ഞ അവരുടെ അവകാശങ്ങൾക്കൊന്നും, അല്ലെങ്കിൽ അവർക്ക് ഒരു വാല്യൂം കൊടുക്കുന്നു. നീ ജോലി ചെയ്യാനുള്ളതാണ്, കുഞ്ഞിനെ നോക്കാനുള്ളതാണ്, അല്ലാതെ നീ ഒന്നും പറയണ്ട എന്ന കൺസെപ്റ്റ് ആയിരുന്നു ഇവിടുത്തെ പുരുഷനുണ്ടായിരുന്നു. ഇപ്പൊ അത് മാറി, ഒരുപാട് മാറി വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഗ്രാമങ്ങളിലും കാര്യങ്ങളിലൊക്കെ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. ആ മോറൽ ഒരു സദാചാരവാദത്തിന്റെ കാര്യങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു സ്ത്രീക്ക് ഒന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ പറ്റില്ല, എന്നൊരു കാര്യം ചെയ്യണമെങ്കിൽ പറ്റില്ല, ജോലിക്ക് പോകണമെങ്കിൽ പറ്റില്ല. ഇപ്പോഴും നമ്മുടെ കേരളീയ സമൂഹത്തിലെ ജനസംഖ്യ എടുത്ത് പരിശോധിച്ചാൽ എത്ര സ്ത്രീകൾ ജോലിക്ക് പോകുന്നുണ്ട്? വളരെ കുറഞ്ഞ സ്ത്രീകളെ പോകുന്നുള്ളൂ. ഇനിയും എത്രയോ മാറാനുണ്ട്, അല്ലെ? അപ്പൊ അതൊക്കെ ഇപ്പൊ ആയി വരുന്നേ ഉള്ളൂ. അങ്ങനെ
ജോലിക്ക് പോകാൻ പോലും പറ്റാത്ത ഇടങ്ങളിൽ നിന്ന് സ്ത്രീകൾ മുന്നോട്ടേക്ക് വരികയാണ്. അവർക്കൊരു ബന്ധം, ഇപ്പൊ നമ്മൾ പറയും വിസ്മയ കൊല്ലപ്പെടുമ്പോൾ നമ്മൾ എന്താ പറയാ, വിസ്മയ കൊല്ലപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ വേറൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ പറയും എന്തിനാ സഹിച്ചവിടെ നിൽക്കുന്നത്, ഇറങ്ങി പൊക്കൂടായിരുന്നോ എന്ന് ചോദിക്കും. ഏതെങ്കിലും ഒരു സ്ത്രീ ഇറങ്ങിപ്പോയാലോ, അപ്പൊ പറയും കഴപ്പുകൊണ്ടല്ലേ പോയത്. അവിടെ രണ്ട് കാര്യമുണ്ട്. അപ്പം പറയും നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക്, അതായത് ഈ പറയുന്ന കുട്ടി ഇറങ്ങി അവളുടെ വീട്ടിലേക്കല്ലേ പോവേണ്ടത്, അങ്ങനെയൊന്നും നിയമങ്ങളൊന്നും ഇല്ലെന്നേ. അവരുടെ വീട്ടിലേക്ക് പോയാൽ ഒരു പക്ഷെ അവർ ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടോ? വീട്ടുകാർ എപ്പോഴും വീട്ടുകാരെ പിൻപറ്റി ഒരു പെൺകുട്ടിക്ക് ജീവിക്കാനൊന്നും കഴിയില്ല. എന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ ഒരു നല്ല രീതിയിൽ ഒരു വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ അവർ ആ റിലേഷനിൽ നിന്ന് വിട്ടു പോകണമെങ്കിൽ അത്രമേൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെയൊന്നും പോകുന്ന ആളുകളല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും മെന്റൽ ഇഷ്യൂ അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക ഇഷ്യൂ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇനി അതല്ല, ഒരു ബന്ധങ്ങൾക്ക് ഒരു വാല്യൂയും കൊടുക്കാത്ത ചില ആളുകളുണ്ട്, വളരെ ചുരുക്കം ചില ആൾക്കാരാണ്, അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ആ റിലേഷൻ കട്ടാകുമ്പോൾ രണ്ടുപേരും നല്ല ട്രോമ സഹിച്ചിട്ടുണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരാളുടെ അടുത്ത് നല്ല പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതാരാണ് എന്ന് പറയാനുള്ള ഒരു റൈറ്റ് നമുക്കില്ല, കാരണം നമ്മളത് അറിയില്ല. അതാണ് അതിന്റെ കാര്യം. ഇനി മറുപുറത്ത് ഈ പറയുന്ന മനുഷ്യൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് ആ പുള്ളിക്കാരത്തിയെ നോക്കി വളരെ ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് ആ പുള്ളിക്കാരത്തിക്ക് എന്തെങ്കിലും ഒരു കാര്യം പിടിക്കാതെ ഇറങ്ങിപ്പോയതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാളെയും അവർക്കിടയിലെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ വെല്ലുവിളിക്കാനോ കുറ്റപ്പെടുത്താനോ അവരുടെ കഴപ്പ് കൊണ്ടാണ് പോയതെന്ന് പറയാനോ, ഇനി ഇവൻ ശരിയല്ല, ഇവൻ ബൈസെക്ഷലാണ് അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുമായിട്ട് ഇവന് കണക്ഷൻ ഉണ്ട് എന്ന് പറയാനോ ഒന്നും ഈ സോഷ്യൽ മീഡിയ വിചാരണ കോടതികൾക്ക് അധികാരമില്ല എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം ചോദിച്ചു, അവനിപ്പോ വേറൊരു കണക്ഷൻ ഉണ്ട്, വേറൊരു സ്ത്രീയുമായിട്ടൊരു ബന്ധമുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ എന്താ ചെയ്തത്? നീ വേറൊരുത്തിന്റെ കൂടെ പോവല്ലേ ചെയ്തത്? സിമ്പിളാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവന് വേറൊരു കണക്ഷൻ ഉണ്ട്, അതുകൊണ്ട് നീ എന്താ ചെയ്തതെന്ന്. അയാൾ ഉദ്ദേശിച്ചൊരു ചോദ്യം ഞാൻ മനസ്സിലാക്കി, അവനൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ നീ എന്തിനാണ് വേറൊരാളുടെ കൂടെ പോകുന്നത്? അവനൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ നിനക്ക് അവിടെ തന്നെ നിന്നുകൂടെ എന്നുള്ളത് അതാണ്. ഇതുണ്ടല്ലോ ആ ഒരു ബേസ് ചോദ്യം ഉണ്ട് അവിടെ. പക്ഷെ പല മനുഷ്യന്മാരും ആലോചിക്കുക എന്താന്ന് വെച്ചാൽ, ഇപ്പം എന്നോട് ചെയ്ത പോലെ ഞാൻ തിരിച്ചു ചെയ്യും. എന്നെ വിശ്വാസം ഇല്ലാത്ത ഒരാളുടെ കൂടെ എനിക്ക് ജീവിക്കണ്ട, അതുകൊണ്ട് ഞാൻ വേറൊരാളുടെ കൂടെ പോകുന്നു എന്ന് പറയാം. ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഒരാൾ ടോക്സിക് ആണെങ്കിൽ ആ ബന്ധത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല, എന്നെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു പറഞ്ഞിട്ട് സൗഹൃദത്തിലുള്ള ആൾക്കാരുടെ കൂടെയോ, ഇപ്പം സ്ത്രീകൾക്കൊക്കെ എന്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില സൗഹൃദങ്ങളായിരിക്കും അവർക്ക് ഒരു പിടിവള്ളിയാവുന്നത്. ആ സമയത്താണ് അവര് ഈ പോകുന്നത്. ഇതിലൊക്കെ ഒരു വലിയ സൈക്കോളജി ഉണ്ട്. അപ്പം നമ്മൾ ആരെയും എന്ത് ചെയ്യരുത്, കാര്യം അറിയാതെ കുറ്റപ്പെടുത്തരുത്. ഇവിടെ ഞാൻ ഈ വിഷയത്തിൽ തന്നെ ഞാൻ പറയാം, ഓരോ വ്ളോഗർമാർ വന്നിരുന്നിട്ട് അങ്ങ് പ്രസംഗിക്കുകയാണ്. ഇപ്പം ചോദിക്കും, അപ്പൊ താനിരുന്ന് പ്രസംഗിക്കല്ലേ എന്ന് ചോദിക്കും. പക്ഷെ നമ്മൾ ഇവരുടെ പ്രൈവസിയെ പറ്റിയോ അവർക്കിടയിൽ ഇന്നതാണ് നടന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല, നമുക്കറിയില്ല. അതുകൊണ്ട് ആരെയും പറയരുതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവര് വന്നിരുന്നിട്ട് പറയാണ് അവൾ അങ്ങനെയായിരുന്നു, അവൾ ഇങ്ങനെയായിരുന്നു, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്. ഒരു ക്രിയേറ്റർ പറഞ്ഞതാണ്, അയാളുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാര് വോയിസ് അയക്കുന്നു, ക്ലിപ്പ് അയച്ചു കൊടുക്കുന്നു, CCTV ദൃശ്യങ്ങള്, അതുപോലെ തന്നെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയണം. അപ്പൊ ആ ക്രിയേറ്റർ പറയുന്നു എനിക്കതൊന്നും പറയാൻ താല്പര്യമില്ല, അങ്ങനെയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇത് മാത്രമല്ല, തമിഴ്നാട്ടിലും ഇത് വലിയൊരു വാർത്തയെ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അല്ല, അതാണ് നമ്മൾ ഒരു കാര്യത്തെ എങ്ങനെയാണ് ഇത്ര വലിയ വിഷയമാക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഇത് ഒരു ദിവസം എടുത്താൽ എത്രയോ വാർത്തകൾ ഇങ്ങനത്തത് വരാം, എത്രയോ അധികം വാർത്തകൾ കാണും. പക്ഷെ ഒരു അത്യാവശ്യം ഫേമസ് ആയ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ വിധിക്കാനും വധിക്കാനും ഉള്ള ടെൻഡൻസി കൂടി വരികയാണ്. അതിനിടയ്ക്ക് സായി കൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു ഇൻഫ്ലുവൻസർ, എന്തൊരു വൃത്തികെട്ട ചിന്താഗതിയാണ് അയാൾക്കെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ സായി കൃഷ്ണയെ പല സമയത്തും പല നിലപാടുകളും യോജിച്ചിട്ടുള്ള, പക്ഷെ പല നിലപാടുകളും തുറന്നെതിർത്തിട്ടുള്ള ഒരാളാണ്. സായി കൃഷ്ണയുടെ നിലപാട് പക്കാബദ്ധമാണ്. കാരണം ആരെങ്കിലും ഇയാളോട് എന്തെങ്കിലും ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അപ്പം ഈ അരിയാണ്ടെന്ന് വിളിക്കുന്ന ഇയാൾ കാറിൽ വന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് പറയും, എന്നോട് ഈ സമയത്ത് ഇവൻ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയും. നല്ല സമയം, എന്റെ ഫ്രണ്ട്, എന്റെ ആത്മാർത്ഥ സുഹൃത്ത് എന്നാ പറയാ, ആത്മാർത്ഥ സുഹൃത്തിന്റെ നെഞ്ചത്ത് ചവിട്ടേണ്ട സമയത്ത് തന്നെ ഈ പറയുന്ന
സായി കൃഷ്ണ ചവിട്ടുമെന്നുള്ളതാണ്. നാണമുണ്ടോ ഇവനൊക്കെ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നാണമുണ്ടോ? കാരണം വെച്ചാൽ നാളെ ഇവന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഇവൻ വലിയ ഇതില് അവന്റെ ഒരു സുഹൃത്തിന്റെ ഒരു ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന്റെ പുറത്ത് ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്ന ആള്. പക്ഷെ മറ്റുള്ളവരെ കൊണ്ട് നുണ പറയുക, അവരൊരു പ്രശ്നത്തിൽ കിടക്കുമ്പോൾ കുറ്റം പറയുക, അത് ഒരു ചർച്ചയാക്കി ഇട്ട് കൊടുക്കുക, അതിൽ കണ്ടന്റ് റീച്ച് ഉണ്ടാക്കുക എന്ന് പറയുന്നതും അത് ശരിയായ നിലപാടല്ല. പക്ഷെ നമ്മൾക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഇപ്പം ഇത് പറഞ്ഞത് ഞാൻ പോലും ഇതൊരു വിഷയമാക്കി എടുക്കരുത് എന്ന് വിചാരിച്ച ഒരാളാണ്. ഇതെനിക്ക് കണ്ടന്റ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ല പറയുന്നത്. പക്ഷെ നമ്മൾ കാണുന്ന 100 ആളുണ്ടെങ്കിൽ അവരെങ്കിലും ഇത് മനസ്സിലാക്കണം എന്ന് കരുതിയിട്ടാണ്. കാര്യം ഒരു മനുഷ്യന്റെയും സ്വകാര്യതയിലേക്ക് കടന്നു കയറി അറിയാത്ത കാര്യങ്ങൾ, ആരെങ്കിലും ഒക്കെ പടച്ചുവിടുന്ന കാര്യങ്ങൾ, ഇയാളുടെ ഭാഗത്താണ് ശരി, ഇവന്റെ ഭാഗത്താണ് ശരി, ഇനി അവളുടെ ഭാഗത്താണ് ശരി എന്നൊന്നും പറഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല. നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ. അതിൽ പറയാനുള്ളത് 2 പേരെയും കൃത്യമായിട്ട് അറിയുന്ന, 2 പേരുടെ ഇടയിലുണ്ടാകുന്ന വിഷയം എന്താണെന്ന് മനസ്സിലായി 2 പേരോടും സംസാരിച്ച് നിൽക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് പറയാൻ പറ്റും. മേ ബി അതൊരു കുടുംബ കോടതിയിലെ ജഡ്ജിക്ക് പറയാൻ പറ്റും. മേ ബി അവരുടെ അച്ഛനോ അമ്മയോ അല്ലെ അടുത്ത ഫാമിലിയിൽ ആർക്കെങ്കിലും ഒക്കെ പറയാൻ പറ്റും. പക്ഷെ അത് ഒരു പക്ഷം ചേർന്നുകൊണ്ടുള്ള പറച്ചിലാണെങ്കിൽ പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഒരു ജുഡീഷ്യൽ സംവിധാനത്തിലൊക്കെ ഒരു പക്ഷെ പറയാൻ പറ്റും. ഇത് പക്ഷെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് കയറുകയാണ്. ഇപ്പം ഈ പറയുന്ന എന്താണ് സായി കൃഷ്ണ എന്ന് പറയുന്ന ആ വ്യക്തി പറഞ്ഞത് റോബിൻ രാധാകൃഷ്ണന്റെ ഒരു വിഷയം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ റോബിൻ രാധാകൃഷ്ണൻ വലിയ കടത്തിലാണ് എന്നും എനിക്ക് 2 അറ്റം കൂട്ടിമുറ്റിക്കാൻ വലിയ പ്രശ്നത്തിലാണ് നിൽക്കുന്നതെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തു. നല്ല സമയമാണ് അത്. അയാൾ എങ്ങനെയെങ്കിലും ആ പ്രശ്നത്തിൽ നിന്ന് ഊരിപ്പോവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവന് ഉള്ളിൽ കൂടി വന്നിട്ട് ഇതാക്കാണ്. അപ്പൊ അതിനെതിരെ സുനിത ദേവദാസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ഇയാളെ വിശ്വസിക്കരുത്, ഇവനെ അടുപ്പിക്കരുത്. സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. കാരണം സുനിത ദേവദാസ് പറഞ്ഞ പല കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്. പല രാഷ്ട്രീയപരമായിട്ടും പൊളിറ്റിക്കലിയും പല കാര്യവും. പക്ഷെ സുനിത ദേവദാസ് ഈ പറഞ്ഞ കാര്യം കറക്റ്റാണ്. കാരണം വ്യക്തിപരമായ ഒരാളുടെ ജീവിതത്തിൽ കയറിയിട്ട് ഒരാളെ അളക്കാനും വിധിക്കാനും ആക്രമിക്കാനും നമ്മുടെ സമൂഹത്തിന് വളരെ വലിയ താല്പര്യമാണ്. ഈ അടുത്ത് എനിക്കൊക്കെ വളരെ അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തക അവരുടെ കുഞ്ഞുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയി. അതിൽ അവരെ വ്യാപകമായി ആക്രമിച്ചു. അവര് മഹാപ്രശ്നമാണ്, അവര് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ആക്രമിച്ചു. അവസാനം എന്തായി? അവരുടെ കുഞ്ഞ് അവരുടെ കൂടെ തിരിച്ചെത്തി. അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായതാണ് എന്ന് പറഞ്ഞു. അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. ഈ പറയുന്നത് പോലെ ഉള്ള വിഷയങ്ങളായിരുന്നില്ല, അതിൽ ചില കളികൾ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലായി. നമ്മൾ ഒരു സത്യം ഒരു വട്ടം കറങ്ങുമ്പോഴേക്കും കള്ളം 4 വട്ടം ലോകം ചുറ്റി വന്നിരിക്കും എന്നാണ് പറയുക. അപ്പോഴത്തേക്ക് ഈ ആക്രമണങ്ങൾ തീർത്ത് കഴിഞ്ഞിരിക്കും. ഒരു മനുഷ്യനെ ഇല്ലാതാക്കാനുള്ള സൈബർ ആക്രമണം മൊത്തം നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നീട് സത്യം അറിയുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ആൾക്കാർ ചെയ്യുക. പിന്നെ അവർ മിണ്ടാതിരിക്കും. ഞാൻ പറഞ്ഞു പോയതിൽ സോറി എന്നോ ഞാൻ പറഞ്ഞു പോയത് തെറ്റാണെന്നോ ഒരു മാധ്യമവും പറയില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെയാണ് ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഇൻഫ്ലുവൻസറുടെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന് വന്നിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട്, അദ്ദേഹം എന്നല്ല 2 പേർക്കും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അവർക്ക് അത് പരിഹരിക്കപ്പെടട്ടെ, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവട്ടെ, അത് നിയമപ്രകാരം നടപടികൾ ഉണ്ടെങ്കിൽ അത് എടുക്കട്ടെ, ആ രീതിയിൽ പോകട്ടെ. ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് നമുക്കറിയില്ല. എന്തായാലും പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഡിവോഴ്സ് പെറ്റീഷൻ മൂവ് ചെയ്യാതെ ഇത്തരത്തിലൊരു നടപടിക്ക് പോയത് ഒരു തെറ്റാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഡിവോഴ്സ് കൊടുത്തുകൊണ്ട് ആണ് പോയതെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് എന്തെങ്കിലും നമുക്ക് പറയാം, അത് അവരുടെ റൈറ്റ്സ് ആണെന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിയമപ്രകാരമുള്ളവർ നീക്കം നടക്കാത്തത് കൊണ്ട് തന്നെ അതിനോട് മാത്രം യോജിക്കാൻ കഴിയില്ല. പക്ഷെ ഈ സോഷ്യൽ മീഡിയ വിചാരണ വളരെ മോശമാണെന്ന് പറയാം.